ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കിലായിപ്പോയി. ഉണ്ടോ അമ്മയിലിരിക്കണുണ്ടോ? വെട്ടമുണ്ടല്ലേ? ഉണ്ടോ? അമീലയുടെ കൈക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കണേണ്. എന്താ പറ്റിയെന്ന് പറ. അമീലയ്ക്ക് ചമ്മൽ തന്നെ. അമീലിയ സ്കൂളിൽ PT പീരീഡിന് വീണത്. എന്താ എങ്ങനെ വീണെന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്. പറയണേ, ഒച്ചത്തി പറ. വീണ് കൈയും കുത്തിയാണ് വീണത്. അപ്പോൾ കൈക്ക് 2 പൊട്ടലുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം ഈ ഉടുപ്പ് ഊരാൻ പറ്റണില്ല. ഇങ്ങനെ കൈ കെട്ടി വെച്ചേക്കണ കാരണം ഉടുപ്പ് ഊരാൻ പറ്റണില്ല. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കണേ. 2 പൊട്ടലുണ്ട് കേട്ടോ, കൈക്ക് 2 പൊട്ടലുണ്ട്. അപ്പോൾ ഡോക്ടറില്ലാനെ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ഡോക്ടറില്ല. ഡോക്ടർ വിയറ്റ്നാമിൽ എന്തോ ഒരു റിപ്പോർട്ട് അവതരണത്തിന് വേണ്ടി പോയേക്കണേ. അപ്പോൾ ഡോക്ടർ വാട്സപ്പിലൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എക്സ്റേ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എക്സ്റേ അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 പൊട്ടലുണ്ട്, സാരമില്ല, വലിച്ചിടാവുന്ന ഇതേ ഉള്ളൂ, പിന്നെ 4 ആഴ്ച പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ വലിച്ചിടാൻ ഇയാൾ സമ്മതിക്കാത്തതുകൊണ്ട് ഡോക്ടർ നാളെ അനസ്തേഷ്യ കൊടുത്ത് വലിച്ചിടാന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒന്നും ചെയ്തില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ കൈ കെട്ടി വെച്ച് തന്നിട്ടും വിട്ടേക്കണേന്. ഡോക്ടർ ഇന്ന് രാത്രിയെ എത്തുള്ളൂ. മരുന്ന് തന്നിട്ടുണ്ട്, വേദനക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്. ടീച്ചർമാരെയൊക്കെ പേടിപ്പിച്ച് അമ്മയിൽ വന്ന് അങ്ങനെ ഇരിക്കാൻ. ഞങ്ങൾക്കിത് എല്ലാ കൊല്ലം ഉള്ളതാണ് കേട്ടോ, അല്ലേ അമ്മി? പറ, അവരോട് എന്താ പറയാനുള്ളത്? എല്ലാ പിള്ളേരും അമ്മ തന്നെ പറഞ്ഞു, എല്ലാ പിള്ളേരും സൂക്ഷിക്കുക കേട്ടോ. എന്താണൊക്കെ ഒന്ന് പറയണുണ്ട്, പറ. അയ്യേ, വേദന ഉണ്ടോ? പറ അവരോട്. ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് വേദന ഇപ്പം ഇല്ല. എക്സ്റേ എടുക്കാൻ നേരത്ത് നല്ല വേദന ഉണ്ടായിരുന്നു അല്ലേ? എക്സ്റേ എടുക്കാൻ നേരത്ത് ഇതൊക്കെ കയ്യിൽ നിന്നൊക്കെ ഊരിക്കഴിഞ്ഞപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു, കരച്ചിലായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇനി നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കാണിച്ചു കേട്ടോ. ഓക്കെ, ബൈ.